സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ വിഷം ചേർത്തു. അധ്യാപകർ കണ്ടതിനെ തുടർന്ന് വൻ ദുരന്തം ഒഴിവായി. കൊല്ലം പുനലൂരിൽ ചെമ്പനരുവി സെന്റ് പോൾ LP സ്കൂളിലാണ് സംഭവം. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ ഇതില് വിഷം കലർത്തിയതായി ഒരു സംശയം മാത്രമാണുള്ളത്. സമീപ പ്രദേശത്ത് സത്യൻ എന്ന ആളിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ നാട്ടുകാർ തന്നെയാണ് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടി കഞ്ഞിപ്പുരയിൽ നിന്ന് സത്യൻ സംശയാസ്പദ സാഹചര്യത്തിൽ ഓടിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് സ്കൂൾ ജീവനക്കാരും അധ്യാപകരും പരിശോധന നടത്തി. ഇതിൽ കുടിവെള്ളത്തിന്റെയും അതുപോലെ തന്നെ കഞ്ഞിയുടെയും പാത്രം തുറന്ന നിലയിലായിരുന്നു. ഇതാണ് സംശയത്തിന് ഇട നൽകിയത്. ഇവരിത് രുചിച്ചു നോക്കിയപ്പോൾ ഉപ്പുരസമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും പോലീസിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുകയും സത്യനെ നാട്ടുകാർ തന്നെ പിടികൂടി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ അധികൃതരെത്തി ഇതിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കുകയാണ്. ഇത് വിഷമാണോ, എന്താണ് ഇതിൽ കലർത്തിയതെന്ന് പിന്നീട് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇയാൾ വ്യാജമദ്യ വിൽപ്പനക്കാരനാണെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഗ്രാമസഭയിൽ ഇയാളുടെയും വ്യാജമദ്യ വിൽപ്പന തടയണമെന്ന് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ 400ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കൂടിയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും അതുപോലെ നാട്ടുകാരും ഗ്രാമസഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതാണ് ഇയാളുടെ പ്രകോപനത്തിന് കാരണമായി പറയപ്പെടുന്നത്. രാജ്കുമാർ, ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന്റെ മുമ്പിലൊക്കെ ആ ഒരു സംശയത്തിന്റെ നിഴലിൽ കൂടി നിർത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വിഷം ചേർത്തതല്ല എങ്കിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇയാൾ മനഃപൂർവ്വം ശ്രമിച്ചു എന്നൊരു നിഗമനത്തിലേക്ക് കൂടി എത്തേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇതില് സ്ഥലം വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള റഷീദ്, അതുപോലെ തന്നെ അധ്യാപകർ, ഒപ്പം തന്നെ പത്തനാപുരം പോലീസിൽ എത്തിയിട്ടുണ്ട്. ഇവർ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ വ്യാജമദ്യം വിൽപ്പന തടയലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. 2, ഇതിൽ കലർത്തിയിരിക്കുന്നത് വിഷമാണോ അതോ ഉപ്പോ മറ്റതുപോലുള്ള എന്തെങ്കിലും വസ്തുക്കളാണോ എന്ന് ലാബ് പരിശോധനയിൽ മാത്രമേ വ്യക്തമാകൂ. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ വീണ്ടും ഹൃദയമാറ്റ ശസ്ത്രക്രിയ. കാറിടിച്ചു മരിച്ച സ്കൂൾ വിദ്യാർത്ഥിയുടെ ഹൃദയവുമായി നാവികസേനയുടെ വിമാനം കൊച്ചിയിലെത്തി. വാഹനാപകടത്തിൽ മരിച്ച വിശാലിന്റെ അവയവങ്ങൾ 4 പേർക്കാണ് പുതുജീവൻ നൽകുക. വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട്. സമീർ, ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണോ? എങ്ങനെയാണ് വിവരങ്ങൾ? സൗമ്യ, രാവിലെ വിദഗ്ധ സംഘം തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയും തുടർന്ന് വിശാലിന്റെ ഹൃദയം പൂർണ്ണ ആരോഗ്യപരമാണ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്ന് 11:40 തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം കൊച്ചിയിലെത്തുന്നത്. കൊച്ചിയിൽ നാവികസേന ആസ്ഥാനത്ത് മുഖ്യമന്ത്രി ഇടപെട്ട് അനുമതി നൽകിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നാവികസേനയുടെ വിമാനത്തിലായിരുന്നു കൊച്ചിയിലെത്തിയത്. അതിനുശേഷം 12:58 എത്തിയ അവർ 1:15 തന്നെ കൊച്ചിയിലെ ലിസി ആശുപത്രിയിലെത്തുകയും തുടർന്ന് ഈ ഹൃദയം ആശുപത്രിയിലെത്തിച്ച് അതിനുശേഷം തൃശൂർ സ്വദേശിനിയായിട്ടുള്ള സന്ധ്യയുടെ ദേഹത്ത് തുന്നിച്ചേർക്കുന്ന നടപടികളും ആരംഭിച്ചു. ഇപ്പോഴും അതിന്റെ ശസ്ത്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് ഇപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന 4 മണിക്കൂറിൽ അധികം വരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയും പൂർണ്ണമായിട്ടുള്ള വിജയകരമാണ് എന്ന് തന്നെയാണ് മെഡിക്കൽ സംഘം അറിയിക്കുന്നത്. ഏതായാലും നീണ്ടു നിൽക്കുന്ന ഈ ശസ്ത്രക്രിയ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവരുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ വിദഗ്ധ സംഘവും പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള 15-കാരനായിട്ടുള്ള വിശാൽ വാഹനാപകടത്തിൽ മരണപ്പെടുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്നായിരുന്നു 4 അവയവങ്ങൾ, വൃക്കയും കരളും ഹൃദയവും അടക്കമുള്ള 4 അവയവങ്ങൾ ഇത്തരത്തിൽ ദാനം ചെയ്യുന്നതിന് അവരുടെ കുടുംബം സമ്മതിക്കുകയും തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തി തൃശൂർ സ്വദേശിനിയായിട്ടുള്ള നിർധന കുടുംബത്തിൽപ്പെട്ട സന്ധ്യയ്ക്ക് ഹൃദയം നൽകാനും തീരുമാനിച്ചത്. ഇതേ തുടർന്നായിരുന്നു മുഖ്യമന്ത്രി ഇടപെട്ട് ഈ പ്രത്യേകമായിട്ടുള്ള വിമാനം ഏർപ്പാട് ചെയ്യുന്നതും തുടർന്നായിരുന്നു ഈ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. ഇപ്പോഴും ശസ്ത്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗമ്യ. സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ നിയമപരിധിയിൽ ഉൾപ്പെടുത്തുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. മന്ത്രിസഭാ തീരുമാനങ്ങൾ മറച്ചുവെക്കില്ലെന്നും വ്യക്തതയ്ക്കു വേണ്ടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി.
മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷത്തു നിന്നും വി.ഡി. സതീശനാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ പ്രചാരണം തെറ്റിദ്ധാരണാജനകമാണെന്നും മന്ത്രിസഭാ തീരുമാനങ്ങൾ ഉത്തരവായ ശേഷമേ നൽകേണ്ടതുള്ളൂവെന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. തീരുമാനങ്ങൾ 48 മണിക്കൂറിനകം ഉത്തരവാകും. ഇവ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഉത്തരവാകാത്തവ നൽകാൻ വ്യവസ്ഥയില്ല. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല. ഇത് സംബന്ധിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിലെ അവ്യക്തത നീക്കാനാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവരാവകാശ നിയമത്തെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്തുക എന്ന ഒരു സമീപനം ഈ സർക്കാരിനില്ല. എല്ലാ അർത്ഥത്തിലും ആ നിയമത്തെ ആദരിച്ചുകൊണ്ട് തന്നെ വിവരങ്ങൾ പൊതുമണ്ഡലത്തിൽ പ്രസിദ്ധീകരിക്കാനും ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഉത്തരവിറങ്ങിയിട്ടും പലതും മറച്ചുവെക്കുന്നതായും ഇത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അപകടകരമാണെന്നും വി.ഡി. സതീശൻ. മനഃപൂർവ്വമായി തീരുമാനമെടുത്ത കാര്യങ്ങൾ കൊടുക്കാതിരിക്കാനും തീരുമാനമെടുത്ത കാര്യങ്ങൾ കൊടുക്കാനുമുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് ഗവൺമെന്റ് ഒഴിഞ്ഞു പോവുകയാണിത്. UDF സർക്കാരിന്റെ അവസാന കാലത്തെ തീരുമാനങ്ങൾ പുറത്തുവിടാത്തതെന്ത് എന്ന ചോദ്യത്തിന് അവ ഉപസമിതി പരിശോധിക്കുകയാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സർക്കാർ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തുകയാണെന്നും ഇത് അപഹാസ്യവും പ്രതിഷേധാർഹവുമാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. ഭരണപരിഷ്കാര കമ്മീഷൻ നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതായുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും വരുന്നു. സഭയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, അവിടെ നിന്നുള്ള വിവരങ്ങൾ. സൗമ്യ, നിയമസഭയുടെ 2016 നിയമ ഭേദഗതി ബിൽ, അയോഗ്യതകൾ നീക്കം ചെയ്യുന്ന നിയമ ഭേദഗതി ബില്ല് നിയമസഭ പാസാക്കിയിരിക്കുന്നു. ഇതിൽ പാസാക്കുന്നതിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങുകയായിരുന്നു. ഇന്ന് നിയമമന്ത്രി A.K. ബാലനാണ് ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഈ 14-ാം തീയതിയായിരുന്നു ആദ്യം നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. അതിനുശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ബില്ല് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. നിലവിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബില്ല് നിയമസഭ പാസാക്കിയിരിക്കുന്നു. ഭരണപരിഷ്കാര കമ്മീഷൻ നിയമ ഭേദഗതി ബിൽ സബ്ജക്ട് കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു ഇന്ന് അവതരിപ്പിച്ചിരുന്നത്. A.K. ബാലനായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. അതിന്മേൽ ചർച്ചയും നടക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷത്തിന്റെ വിയോജന കുറിപ്പോട് കൂടിയാണ്. മലപ്പുറം കുറ്റിപ്പുറത്ത് 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി K.K. ശൈലജ നിയമസഭയിൽ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി മന്ത്രി അറിയിച്ചു. 600 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീടുകൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന കാര്യം ആലോചിക്കാമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. മലപ്പുറം കുറ്റിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം ചികിത്സ തേടിയെത്തിയ 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി K.K. ശൈലജ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കുറ്റിപ്പുറം CHCയിൽ 17/7/2016 ചികിത്സ തേടിയവരിൽ 2 പേരെ കിടത്തി ചികിത്സിക്കുകയും 4 പേരെ നിരീക്ഷണ വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത വയറിളക്ക രോഗങ്ങളിൽ 2 പേർക്ക് കോളറ രോഗം ലബോറട്ടറി പരിശോധന വഴി സ്ഥിരീകരിച്ചിട്ടുണ്ട് സർ. ഇതു സംബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയതായും വൃത്തിഹീനമായ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിലൂടെയാണ് രോഗം ബാധിച്ചതെന്ന് വ്യക്തമായതായും മന്ത്രി അറിയിച്ചു. കുറ്റിപ്പുറം നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും അണുബാധ സംശയിക്കപ്പെടുന്ന പൊതുജല വിതരണ പദ്ധതികൾ പരിശോധിക്കുമെന്നും ആബിദ് ഹുസൈൻ തങ്ങളുടെ അടിയന്തര ചോദ്യത്തിന് മറുപടിയായി ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. 660 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടുകൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാർ ആലോചിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇക്കാര്യം പരിഗണിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായ പുനരധിവാസ പാക്കേജിൽ നിന്നും നഷ്ടപരിഹാര തുക ലഭിക്കാനുള്ള 512 പേർക്ക് ഈ മാസം തന്നെ തുക നൽകുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വൈകിട്ട് 4-ന് AKG സെന്ററിലാണ് യോഗം. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തും. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനങ്ങൾ തന്നെയാകും ഘടകകക്ഷികൾക്ക് നൽകുക. ചില സ്ഥാനങ്ങൾ വെച്ചുമാറുന്നത് സംബന്ധിച്ച് നേരത്തെ ഘടകകക്ഷികൾ തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഇക്കാര്യവും യോഗം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം കൈക്കൊണ്ടേക്കും. RSSനെതിരായി നടത്തിയ പ്രസ്താവനയിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് സുപ്രീം കോടതി. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മഹാത്മാഗാന്ധിയുടെ വധത്തിൽ RSSന് പങ്കുണ്ടെന്ന കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് RSS സുപ്രീം കോടതിയെ സമീപിച്ചത്.
മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വിചാരണ നടപടികളിലേക്ക് കടക്കുമെന്നും ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ച് വ്യക്തമാക്കി. മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് സുപ്രീം കോടതി ഒരു നേതാവിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നത്. മഹാത്മാഗാന്ധിയുടെ വധത്തിൽ RSSന് പങ്കുണ്ടെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. 2014 മാർച്ചിൽ താനെയിൽ നടന്ന പ്രചാരണ റാലിക്കിടെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ നടത്തിയ ഈ പരാമർശത്തിൽ മാപ്പ് പറയണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കേസിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ വിചാരണ നേരിടേണ്ടി വരും. പ്രസ്താവനയുടെ ശരിതെറ്റുകളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെന്നും പൊതുസമൂഹത്തിലെ ഒരു സംഘടനയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനയ്ക്ക് ആധാരമായ കൂടുതൽ തെളിവുകൾ നൽകാനും കോടതി നിർദ്ദേശിച്ചു. അടുത്ത ബുധനാഴ്ച വരെയാണ് രാഹുൽ ഗാന്ധിക്ക് കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ പ്രസ്താവനയ്ക്കെതിരെ RSS പ്രവർത്തകനായ രാജേഷ് കുന്ദയാണ് സുപ്രീം കോടതിയിൽ മാനനഷ്ട കേസ് നൽകിയത്. RSSനെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ വാദം കേൾക്കുന്നത് 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന രാഹുലിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്ത് ഇരട്ട ജീവപര്യന്ത ശിക്ഷ വേണ്ടെന്ന് സുപ്രീം കോടതി. ഒരാൾക്ക് ഒരു ജീവപര്യന്ത ശിക്ഷ തന്നെ പര്യാപ്തമാണെന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 8 പേരെ കൂട്ടക്കൊല നടത്തിയ ആൾക്ക് 8 ജീവപര്യന്ത ശിക്ഷ വിധിച്ച മദ്രാസ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. തമിഴ്നാട്ടിൽ ഭാര്യയടക്കം 8 പേരെ കൂട്ടക്കൊല നടത്തിയ മുത്തുലിംഗം എന്നയാൾക്ക് മദ്രാസ് ഹൈക്കോടതി 8 ജീവപര്യന്ത ശിക്ഷ വിധിച്ചിരുന്നു. ഓരോ കൊലയ്ക്കും ഓരോ ജീവപര്യന്ത ശിക്ഷയെന്ന പരാമർശത്തിലായിരുന്നു അന്ന് മദ്രാസ് സെഷൻസ് കോടതി വിധി മദ്രാസ് ഹൈക്കോടതിയും ശരിവച്ചത്. ഈ വിധി ചോദ്യം ചെയ്ത് മുത്തുലിംഗം സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ വിധി. ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ഒരാൾക്ക് ഒരു ജീവിതമേ ജീവിക്കാൻ കഴിയൂ, അതിനാൽ ഒരു ജീവപര്യന്ത ശിക്ഷ തന്നെ പര്യാപ്തമാണ്. അതിനാൽ ഇരട്ട ജീവപര്യന്ത ശിക്ഷ വേണ്ടെന്നും കോടതി ഉത്തരവിട്ടു. കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് പ്രതികൾക്ക് ജീവപര്യന്ത ശിക്ഷയുടെ കാലാവധി നീട്ടി നൽകുന്നതിൽ തെറ്റില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കുറ്റകൃത്യങ്ങളുടെ സാഹചര്യം കണക്കിലെടുത്ത് ജീവപര്യന്ത ശിക്ഷയിന്മേൽ സെഷൻസ് കോടതികൾക്ക് നിലപാടെടുക്കാമെന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. തുർക്കിയിൽ ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ പോയ ഇന്ത്യൻ സംഘം തിരിച്ചെത്തി. മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ സംഘമാണ് തിരിച്ചെത്തിയത്. ദില്ലിയിൽ മടങ്ങിയെത്തിയ 44 അംഗ സംഘത്തിൽ 13 മലയാളികളാണ് ഉള്ളത്. തുർക്കിയിൽ ലോക സ്കൂൾ മീറ്റിൽ പങ്കെടുക്കാൻ പോയ 186 അംഗ ഇന്ത്യൻ സംഘത്തിലെ 44 അംഗങ്ങളാണ് ഇന്ന് പുലർച്ചെയോടെ ദില്ലിയിൽ വിമാനമിറങ്ങിയത്. പട്ടാള അട്ടിമറി ശ്രമത്തിനിടെ തുർക്കിയിൽ കുടുങ്ങിയ സംഘത്തിൽ 13 അംഗ മലയാളി അത്ലറ്റുകളും തിരിച്ചെത്തി. ട്രാൻസ്ബഡിൽ നടന്ന കായികമേളയെ തുർക്കിയിലെ പട്ടാള അട്ടിമറി ശ്രമം ബാധിച്ചില്ലെന്ന് മുഖ്യ പരിശീലകൻ പ്രതികരിച്ചു. ഞങ്ങൾ മത്സരം നടക്കുമ്പോൾ ഞങ്ങൾ ട്രാപ്പ് സോണിലാണ് മത്സരം നടന്നത്. ഇസ്താംബൂളിലാണ് ഈ പരിപാടി ഈ ഭീകരാക്രമണം ഉണ്ടായത്. അവിടുന്ന് ട്രാപ്പ് സോൺ 1200 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ ഭയങ്കര കൂളായിരുന്നു, ഒരു പ്രശ്നമില്ല അവിടെ. മീറ്റിൽ പങ്കെടുക്കാനായി കഴിഞ്ഞ 10-നാണ് സംഘം തുർക്കിയിലേക്ക് പുറപ്പെട്ടത്. അധികൃതർ കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതായും വീട്ടുകാർക്കായിരുന്നു ആശങ്കയെന്നും താരങ്ങളും പറഞ്ഞു. വീട്ടുകാർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ അവിടെ നടക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുവരെ ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരു വെള്ളിയടക്കം 4 മെഡലുകളുമായാണ് മലയാളി താരങ്ങൾ ദില്ലിയിൽ തിരികെ എത്തിയിരിക്കുന്നത്. നേരത്തെ തുർക്കിയിലെ ആഭ്യന്തര കലാപ സമയത്ത് കായിക സംഘം തുർക്കിയിൽ സുരക്ഷിതരെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നെങ്കിലും ആശങ്ക ബാക്കിയായിരുന്നു. കേരള സംഘം നാളെ നാട്ടിലേക്ക് മടങ്ങും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറം താനൂരിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ 4 മുസ്ലിം ലീഗ് പ്രവർത്തകർ അറസ്റ്റിൽ. വധശ്രമം, പോലീസിന് നേരെ അക്രമം, കലാപമുണ്ടാക്കാൻ ശ്രമം തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തി 50-ലേറെ പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CPIM പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ പ്രതിയെ പിടികൂടാനെത്തിയ പോലീസിന് നേരെയായിരുന്നു താനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ അക്രമം നടത്തിയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ അക്രമി സംഘം മോചിപ്പിച്ചിരുന്നു. സംഭവത്തിൽ ASI ദിനേശിന് സാരമായി പരിക്കേറ്റു. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസ്ലിം ലീഗ് പ്രവർത്തകരായ ഷുഐബ്, കോയമോൻ, ഫിർദൌസ്, ഷാജഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. അന്യായമായി സംഘം ചേരൽ, കലാപമുണ്ടാക്കാൻ ശ്രമം, പോലീസിനെ ആക്രമിക്കൽ, വധശ്രമം തുടങ്ങി വിവിധ വകുപ്പുകളിൽ 50-ലേറെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസുണ്ട്. അതേസമയം അക്രമം നടന്ന ചാപ്പപ്പടിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. മലപ്പുറം AR ക്യാമ്പിൽ നിന്ന് 2 കമ്പനി പോലീസിനെ കൂടി പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അയൽ സംസ്ഥാനമായ കർണാടകത്തിലും കേരളത്തിന് സമാനമായി വിദ്യാർത്ഥികളുടെ കുറവ് കാരണം സ്കൂളുകൾ പൂട്ടേണ്ടി വരുന്നു. കാസർഗോഡ് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന സുള്ളിയ താലൂക്കിൽ മാത്രം ഈ വർഷം 2 സർക്കാർ പ്രൈമറി സ്കൂളുകൾ അടച്ചുപൂട്ടി. ദക്ഷിണ കാനറ ജില്ലയിൽ നാമമാത്രം കുട്ടികളുമായി 1 ഡസനോളം സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ കുറഞ്ഞതിനെ തുടർന്ന് സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വന്ന സാഹചര്യം കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തോട് ചേർന്നുള്ള കർണാടക ഗ്രാമങ്ങളിലും ഈ സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്.
കാസർഗോഡിനോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലെ സുള്ളിയ താലൂക്കിൽ ഈ വർഷം 2 സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത്. ആലട്ടി ഗ്രാമപഞ്ചായത്തിൽ പൂത്തക്കല്ലിലെയും കൊല്ലമുകര പഞ്ചായത്തിലെ ബെണ്ടോട്ടിയിലും സർക്കാർ LP സ്കൂളുകളാണ് ഈ വർഷം പൂട്ടിയത്. ഈ ഗ്രാമങ്ങളിലെ കുട്ടികളെ രക്ഷിതാക്കൾ സ്വകാര്യ മേഖലയിലെയും പട്ടണങ്ങളിലെയും സ്കൂളുകളിൽ ചേർത്തതിനാലാണ് ഇങ്ങനെയൊരു സ്ഥിതിവിശേഷമുണ്ടായതെന്ന് ഗ്രാമീണർ പറയുന്നു. ಸ್ಕೂಲ್ ಒಂದು 45 ವರ್ಷ ಆಯ್ತು, 100 ಮನೆ ಇರ್ಬೋದು ಅಂತ ಅಂದಾಜು ಎಲ್ಲ ಸೇರಿ. ಮಕ್ಕಳು ಕಮ್ಮಿ ಅಂತ ಹೇಳಿ ಮತ್ತೆ ಏನ್ ಮಾತಾಡ್ಲಿಲ್ಲ. ಹೌದು, ಔಟ್ ಸೈಡ್ ಎಲ್ಲ ಹೋಗಿ. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളവയാണ് പൂട്ടിയ സ്കൂളുകൾ. ഇവയ്ക്ക് 50 വർഷത്തിലേറെ പഴക്കവുമുണ്ട്. പൂട്ടിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ മറ്റ് സ്കൂളുകളിലേക്ക് മാറ്റിച്ചേർത്തു. അധ്യാപകർക്ക് സ്ഥലമാറ്റവും നൽകി. 10-ൽ താഴെ മാത്രം വിദ്യാർത്ഥികളുള്ള 7ഓളം സ്കൂളുകൾ ഇപ്പോൾ സുള്ളിയ താലൂക്കിൽ മാത്രം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കർണാടകയിൽ ഇതിനകം ഡസനിലേറെ സ്കൂളുകൾ ഈ നിലയിൽ പൂട്ടേണ്ടി വന്നു. അരനൂറ്റാണ്ടുകാലം കുട്ടികൾ കളിക്കുകയും അക്ഷരം പഠിക്കുകയും ചെയ്ത വിദ്യാലയമായിരുന്നു ഇത്. കേരളത്തിൽ കുട്ടികൾ കുറഞ്ഞതിനെ തുടർന്ന് സ്കൂളുകൾ അടച്ചുപൂട്ടിയതുപോലെ കർണാടകയിലും സ്കൂളുകൾ അടച്ചുപൂട്ടി തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ സർക്കാർ സ്കൂളുകൾ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നെങ്കിൽ കർണാടകത്തിൽ അങ്ങനെയൊരു നടപടി ഉണ്ടായിട്ടില്ല. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.